പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ചെറിയൊരു വിഷയം, ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ സംഖ്യകൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഓരോ നമ്പറിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യങ്ങളും അർത്ഥങ്ങളും മർമ്മങ്ങളും ഉണ്ട്. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് 7 എന്ന സംഖ്യയെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പം വായിക്കുമ്പം പിതാവായ ദൈവം തൻ്റെ 6 ദിവസത്തെ പ്രവൃത്തിക്ക് ശേഷം 7-ാമത്തെ ദിവസം സ്വസ്ഥനായി ഇരുന്നു എന്ന് തിരുവെഴുത്തിൽ നാം കാണും. ഈ 7 എന്ന് പറയുന്ന സംഖ്യയുടെ അർത്ഥം സ്വസ്ഥത, പൂർത്തീകരണം, പരിപൂർണത ഇവയൊക്കെയും കാണിക്കുന്ന ഒരു നമ്പറാണ്, ഒരു അനുഗ്രഹിക്കപ്പെട്ട നമ്പറാണ് 7. ഒരിക്കൽ നയന്മാൻ എന്നൊരു വ്യക്തി കുഷ്ഠരോഗത്തിൻ്റെ പ്രതിസന്ധിയിൽ താൻ വലഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഇസ്രായേലിയ പെൺകുട്ടി തൻ്റെ വീട്ടിലുള്ള തൻ്റെ ഭാര്യയുടെ ദാസിയായ ഒരു പെൺകുട്ടി എലീശ എന്ന പ്രവാചകനെക്കുറിച്ച് ആ വീട്ടിൽ സംസാരിക്കുവാൻ ഇടയായിത്തീർന്നു. ആ മനുഷ്യൻ്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ യജമാനന് സൗഖ്യം വരും എന്ന് ആ പെൺകുട്ടി പറയുവാൻ ഇടയായിത്തീർന്നു. ഈ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ എലീശ പ്രവാചകനെ കാണുവാൻ നയന്മാൻ ഇസ്രായേലിലെത്തി. എലീശ ഡയറക്റ്റ് നയന്മാനോട് സംസാരിക്കാതെ ഒരു ദൂതൻ മുഖാന്തരം, അതായത് മറ്റൊരു വ്യക്തി മുഖാന്തരം ഇപ്രകാരം പറഞ്ഞു: നീ 7 പ്രാവശ്യം ജോർദാൻ നദിയിൽ പോയി മുങ്ങുക, നിനക്ക് സൗഖ്യം കിട്ടും. ഇത് കേട്ടപ്പം നയന്മാന് ദേഷ്യമാണ് വന്നത്. ദമസ്കോസിലെ തെളിഞ്ഞ വെള്ളങ്ങളുള്ള അബാനയും പർപ്പറും ഒക്കെ ഉള്ളപ്പം എന്തുകൊണ്ടാണ് പ്രവാചകൻ ജോർദാനിൽ പോയി എന്നോട് മുങ്ങാൻ പറഞ്ഞത്? പകുതി മനസ്സോടെ ജോർദാനിലേക്ക് പോയി നയന്മാൻ മുങ്ങി. 1 വട്ടം മുങ്ങി, 2 വട്ടം മുങ്ങി, 3 വട്ടം മുങ്ങി, 4 വട്ടം മുങ്ങി, 5 വട്ടം മുങ്ങി, 6 വട്ടം മുങ്ങി. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 7-ാം പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോൾ അവൻ സൗഖ്യമുള്ളവനായി മാറി. അവൻ്റെ ത്വക്കുകൾ സൗഖ്യമുള്ളതായി തീർന്നു. ഈ സമയം എന്നെ കേൾക്കുന്നവർ, നിങ്ങളുടെ ജീവിതത്തിനകത്തിൽ ഒരു 7, ഒരു പൂർത്തീകരണം, ഒരു പരിപൂർണത, ഒരു സ്വസ്ഥത വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വരാനിരിക്കുന്ന 7-ാം മാസം ഒരു 7-ന്റെ അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഡിക്ലെയർ ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ.